Trisha and welcome to my YouTube channel. That is Navina. And AKA Ethakapam, AKA Biju Bakery, A2. Everything in one element. This is Abhinandana Ashok. Abhinandana Ashok का Abhinanda S Ashok. Abhinandana S Ashok का दीदी और उसका मम्मी. Hi दीदी. और उस लड़की का फ्रेंड गंगूबाई और साई पल्लवी. Hello everyone, this is Trisha Sunil and welcome to my YouTube channel. ഇന്ന് അബി ഇവിടുന്ന് എല്ലാം പെട്ടിയും പ്രമാണം കൊടുത്തിട്ട് പോവാണ്. അതാണ് അബിയുടെ അമ്മ ഒരു ഹായ് കൊടുത്തേ. ആന്റിക്കുള്ള ഹായ് എല്ലാവരും കമന്റ് സെക്ഷനിൽ ഇടേണ്ടതാണ്. ചേച്ചി പറയൂ, ചേച്ചിയുടെ സ്കിന്നിന്റെ സീക്രട്ട് എന്താണ്, രഹസ്യം എന്താണ്? ഇന്നർ ബ്യൂട്ടിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെയാണ് ചെയ്യാറ്? അതെ, ആ കൊറിയൻ ഗ്ലാസ് സ്കിൻ എങ്ങനെ കിട്ടി? അതെന്റെ അമ്മയുടെ കാണുന്നത് കുറച്ച് ജെനറ്റിക്കലി കിട്ടിയതാണെന്ന് തോന്നുന്നു. നമുക്ക് നാച്ചുറലാണല്ലോ, തിളങ്ങുന്നില്ലല്ലോ. അത് കുറച്ച് പ്രായത്തിന്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ, ഗിഫ്റ്റ് ഭുവനേശ്വറിൻ്റെ ഗേൾസ് ഹോസ്റ്റലാണ് ഇപ്പോൾ കാണിച്ചത്. ആക്ച്വലി വീഡിയോ എന്ന് പറഞ്ഞാൽ റാൻഡം നൈറ്റ് ബിഫോർ ജൂലിയാണ്. അതായത് ഞങ്ങൾ വർക്കൊക്കെ ചെയ്ത് ബോറടിച്ചപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ആക്ടിവിറ്റി ഹാളാണ്. എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഇവിടെയാണ്. ഒരു കാറും ഇല്ലാത്തൊരു ആക്ടിവിറ്റി. രണ്ടാൾക്കാർ ഇവിടെ ഇരുന്ന് പണി ചെയ്യാണ്. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ്. ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അതേപോലെ വേറെ പ്രോഗ്രാം സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് നടത്താറ്. ഓണം, പൊങ്കലൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടത്തും. അതുപോലെ സ്പെക്ട്രത്തിന് സ്റ്റേജ് കെട്ടിയിട്ടുള്ള പരിപാടിക്കൊക്കെ ഇവിടെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ADTD ടെറസാണ്. ഈ സ്ഥലം ADTD പാസേജാണ്. ഈ കാണുന്ന ടേബിളും അതിൻ്റെ മേലുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മുടെ AD പിള്ളേരും അതേപോലെ ഫൗണ്ടേഷൻ പിള്ളേരൊക്കെ അവരുടെ പ്രാക്ടിക്കൽസിന് യൂസ് ചെയ്യണതാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ എത്തുക ബാസ്കറ്റ്ബോൾ കോർട്ടിക്കാണ്. അവിടെ നിന്ന് നേരെ കാണുന്ന ആ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ കോളേജ് മെസ്സ്. ആരൊക്കെയോ രമണനെ വരച്ച് വെച്ചിട്ടുണ്ട്. ആരൊക്കെയോ അല്ല, നമ്മുടെ മലയാളി സീനിയേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് മെസ്സിൽ കയറാം. നിൽക്കുമ്പോഴാണ് ഇവിടെ അതിലേട്ട് ഇരിക്കുന്നത്. എന്തായാലും ആളവിടെ വെറുതെ ഇരിക്കുക. കാരണം കുറച്ചു നേരം വെറുപ്പിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കോളേജിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇത് ഏത് ഇയറിലാണ്? എങ്ങനെയുണ്ടായിരുന്നു കോളേജിൽ വരുന്നതിന് മുമ്പ്? എന്തായിരുന്നു പ്രതീക്ഷ? എനിക്ക് വലിയ വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. എന്താണ് പ്രശ്നം? പഠനത്തിന്റെ വിഷയങ്ങളായിട്ട് അല്ല, ഇവിടെ വരുമ്പോ ആദ്യം പറഞ്ഞു സമയമില്ല. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ? സംശയങ്ങളുണ്ട്, തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള? മെസ് ഫുഡ് നല്ല ഫുഡാണ്, അത്യാവശ്യം നല്ല ഫുഡാണ്. എണ്ണ മസാല ഇല്ല, കുറവാണ്, അത്യാവശ്യം കുറവാണ്. അല്ല, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഹോസ്റ്റൽ ഫുഡാണ്, മെസ് ഫുഡാണ്. ഓക്കെ, വേണ്ടതൊക്കെയാണോ കിട്ടുന്നത്? ഡിപ്പാർട്ട്മെന്റ് വേണ്ടത് കിട്ടുന്നുണ്ട്, വേണ്ടാത്തത് വേണ്ടാത്തത് മാറ്റി വെച്ച് വേണ്ടത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പേഴ്സണൽ ലൈഫ് ഒക്കെ എങ്ങനെയാണ്? ഇമോഷണൽ ഡാമേജ് ഇല്ല അങ്ങനെ തോന്നുന്നു. പിന്നെ പറഞ്ഞോളൂ. നമസ്കാരം അല്ലെങ്കിൽ വന്നപ്പോ എന്താ ഞാൻ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ കിറ്റാണ് ഞങ്ങളെ കോളേജിൽ നിന്നാണ്. പക്ഷെ പഠിപ്പിച്ചു തന്നത് സജസ്റ്റ് ചെയ്തത് ഉപ്പ്. എടി ഞാൻ ഉപ്പ് കൊട്ടി, മുളകിന്റെ ഒരു താങ്ങാണ്ട് ഉപ്പ് കൊട്ടിയതാണ്. ഉപ്പ് അധികമായി. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ തിന്നല് നമ്മളെ കണ്ടത് വെച്ചിട്ട്. ഒരു മിനിറ്റ്, ഒന്നുകൂടി പറ. ഞാനീ പറയുന്നില്ല. എനിക്ക് ഇനിയും പറയണ്ടേ?
പറയണ്ട. என்ன வேணாலும் பேசு. ഒരു ഫോൺ കഴിക്കില്ല. ഇതാണ് ഇവിടുത്തെ സെർവ് ചെയ്യണ ആള്. ഞങ്ങൾ ഗേറ്റിലോട്ട് പോവുകയാണ്. Come on guys. അഭിപ്രായം പറയാനുള്ള എന്താ വെച്ചാ നമ്മൾ ഓരോ ദിവസം ഓരോ കുട്ടികളൊക്കെ കുട്ടി നോക്കും. ആയില്ലേ? ഇതാണ് കാറ്. പൈസ കൊടുത്ത് ഞാനുണ്ട് എനിക്ക് കയറണം. അപ്പൊ നമ്മള് പോവുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് കോളേജ് ടൂറാണ്. കോളേജ് ടൂറ് ഇത് റാൻഡം ഡേ ബിഫോർ ജൂറിയാണ്. പണി ഉണ്ട് പക്ഷെ ചെയ്യാതെ ചുറ്റി തിരിയുമ്പോ എനിക്കൊക്കെ സബ്മിഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഞങ്ങൾ വേറെ എവിടേക്കല്ല പോണ്, കോളേജിന്റെ ഉള്ളിൽ തന്നെ ചുറ്റാൻ പോവുകയാണ്. കോളേജിന്റെ ഉള്ളിൽ തന്നെ വന്ന് കാറിൽ കയറി. നമ്മള് പോയപ്പോ അതില് വെളിയിൽ പോയി ഇരുന്നിട്ടുണ്ട് സമാധാനത്തോടെ. ഇവിടെ എത്തി ഞങ്ങൾ വീണ്ടും. കാറ് റിവേഴ്സ് എടുത്തപ്പോ ഇത് പൊട്ട പിള്ളേരാണ് എന്നാണ് ആന്റി ചിന്തിക്കുന്നുണ്ടാവുക. ഇപ്പൊ പൊട്ടത്തരം കാട്ടില്ലെങ്കിൽ പിന്നെ എപ്പ കാട്ടും. അതാണ് ഷാനയുടെ. ആകെ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഫണ്ണാണിത്. അപ്പൊ നമുക്ക് ജൂരുണ്ടെങ്കിലും അത് പോട്ടെ. നമ്മളത് ചെയ്യണം. നമ്മള് എന്തിനും എപ്പോഴും പുറപ്പെട്ടിരിക്കണം. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവൂല. നമ്മളെ ജൂറ് റെഡി ആയാലും റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ കാറിൽ പോയിക്കോളും. ഈ സെമിസ്റ്ററിൽ നമ്മൾ കാറിൽ കയറി. ഇനിയിപ്പോ സെമിസ്റ്ററിൽ തോറ്റാൽ ഈ ഒരു ഓർമ്മ ഉണ്ട് നമ്മളെ കൂടെ. എല്ലാ സമയത്തും നമ്മൾ കുട്ടി കളിക്കണം. ഉള്ളിൽ ഇന്നർ ചൈൽഡ് നമ്മൾ വിട്ടുകളയും. ഉള്ളിലൊരു പേടിയുള്ള മനസ്സുണ്ട് എനിക്ക്. ഏത്തക്കപ്പത്തിന്റെ കുറച്ച് ഫിലോസഫി പറയും. അതെ, നമ്മൾ ചൈൽഡ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഈ തള്ളക്കൊക്കെ ഇതിന് ഞാൻ പൈനാപ്പിൾ അവിടെ അതന്നെ 15.5 and 15.5. കണ്ടോ, ഏറ്റവും വെയിറ്റുള്ള ഒരു സാധനമാണ് ഇവർ കൊണ്ടുപോകണം. അവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഇതാണ് ഫൈനൽ ഇയേഴ്സിൻ്റെ ഒരു അവസ്ഥ. ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മുടെ എല്ലാ പെട്ടി സാധനങ്ങളും ഒന്നിലേക്ക് പാഴ്സൽ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് വരും. അപ്പോഴേക്കും ഒരു സാധനം മുന്നിൽ വന്ന് വന്നിട്ടുണ്ട്. അടുത്ത സാധനം പുട്ടും കടലയും പുട്ടും കടലയും. അമ്മയാണെങ്കിൽ ഉമ്മ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ വീഡിയോ ഉള്ള കാരണം എത്ര അധികം എന്നൊക്കെ. ഒരു സാധനം കൂടിയാണ് കേറ്റാളൂ. രണ്ടുപേരും കൂടി ഇവിടെ തല്ലൂടി കൊണ്ടിരിക്കുകയാണ്. ആരാ ഫ്രണ്ടിലിരിക്കുക? ഒരാളെ മുമ്പില് So that's all for this video. Thank you for watching and see you in the next vlog. This is YouTube video powered by Drishya Sunil Feet Hava. Hava Special Edition.